കൊച്ചിയുടെ നിയുക്ത MLA മുഹമ്മദ് ഷിയാസാണ് നമ്മളോടൊപ്പം ചേരുന്നത്. തുടക്കം മുതൽ തന്നെ വലിയ ആത്മവിശ്വാസമായിരുന്നു. ആ ആത്മവിശ്വാസം തുണച്ചു. വലിയ ഭൂരിപക്ഷത്തിൽ മികച്ച വിജയം. തീർച്ചയായിട്ടും ഒരു വലിയ അഭിമാനകരമായിട്ടുള്ളൊരു വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലും പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലുണ്ടായിട്ടുള്ളത്. 14-ൽ 14 സീറ്റും ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു. ചരിത്ര ഭൂരിപക്ഷമാണ് വിജയിച്ച സ്ഥലങ്ങളിലൊക്കെ. ഇത് ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒരു ചരിത്ര വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ജില്ലയിലുണ്ടായത്. പ്രത്യേകിച്ചും എറണാകുളം ജില്ല UDFൻ്റെ ഒരു ഉരുക്കുകോട്ടയാണ്. ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവരോടൊപ്പം ഓടിയെത്താൻ ഞങ്ങളുടെ ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ചുണ്ട്. അപ്പോൾ ജനങ്ങളോടൊപ്പം നമ്മൾ ഒരുമിച്ച് നിന്നാൽ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളെ സഹായിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ ജില്ലയിലെ ഞങ്ങളുടെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെതിരായി 5 വർഷക്കാലത്തെ തുടർഭരണം, അഴിമതിയും കെടുകാര്യസ്ഥതയും, കേരളത്തിലെ എല്ലാ മേഖലകളും തകർത്തെറിഞ്ഞ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം അത് ഒരു വലിയ കൊടുങ്കാറ്റായി മാറുമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാമായിരുന്നു. അത് ഫലപ്രദമായി പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ജില്ല എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി അത് ഞങ്ങൾ നന്നായി അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തി. കഴിഞ്ഞ ഒരു 2 വർഷക്കാലത്തിലധികമായി തുടങ്ങിയ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അത് വളരെ ഫലപ്രദമായി ഞങ്ങൾക്കത് ഗുണം ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായും ഈ ഒരു വലിയ വിജയത്തിലേക്ക് അത് ഞങ്ങളെ എത്തിച്ചിട്ടുണ്ട്. കന്നി MLA ആയി നിയമസഭയിലേക്ക് പടികയറുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം സംസ്ഥാനം ഭരിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഉത്തരവാദിത്വം അല്പം കൂടി കൂടുകയല്ലേ? തീർച്ചയായിട്ടും ഉത്തരവാദിത്വം കൂടുന്നു എന്ന് മാത്രമല്ല, നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കൊച്ചിയിലുണ്ട്, ഈ നാട്ടിലുണ്ട്. കാരണം ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ജനങ്ങൾ അനുഭവിക്കുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. എല്ലാ ദിവസവും ജനജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് കുടിവെള്ള പ്രശ്നമാണ്. 10,000-കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. പശ്ചിമ കൊച്ചിക്ക് മറ്റ് പ്രദേശങ്ങളെപ്പോലെ, കൊച്ചി പോലെ തൃക്കാക്കര, എറണാകുളം, തൃപ്പൂണിത്തുറ അല്ലെങ്കിൽ കളമശ്ശേരി, ഈ മേഖലകൾ പോലെ വികസിക്കാൻ പശ്ചിമ കൊച്ചിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനിവിടെ പല കാര്യങ്ങളെടുത്ത് പരിശോധിച്ചപ്പോൾ അത്തരത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റ് ഇവിടെ ഉണ്ടായിട്ടില്ല. ഒന്ന് കുടിവെള്ള പ്രശ്നമുണ്ട്, ആശുപത്രികളുടെ ഏറ്റവും വലിയ ശോചനീയാവസ്ഥയുണ്ട്, കടൽ കയറ്റമുണ്ട്, ഓരുവെള്ള ഭീഷണിയുണ്ട്, ടൂറിസം രംഗത്തെ വലിയ പ്രശ്നങ്ങൾ, ഇതെല്ലാം നിലനിൽക്കുകയാണ്. ഇതിനെല്ലാം മുൻഗണനാടിസ്ഥാനത്തിൽ പ്രോജക്റ്റുകൾ തയ്യാറാക്കി അത് ഫലപ്രദമായി അത് ചെയ്യാൻ നമുക്ക് കഴിയണം. അതൊരു വലിയ വെല്ലുവിളിയാണ്. അതിന് സർക്കാരിൻ്റെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വലിയ സഹായങ്ങൾ നമുക്ക് ആവശ്യമാണ്. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കേണ്ടത്. സ്വാഭാവികമായും ഇന്നത്തെ സർക്കാരിൻ്റെ സാമ്പത്തിക പരിതസ്ഥിതിയിൽ അതെല്ലാം എത്രത്തോളം ഫാസ്റ്റായി നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ആശങ്കയാണ് നമ്മൾക്കുള്ളത്. പക്ഷേ അത് ഹ്രസ്വകാല ദീർഘകാല അടിസ്ഥാനത്തിൽ ആ പദ്ധതിക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ നമുക്ക് ആ പദ്ധതി തീരുമാനിച്ച് അത് ചെയ്യിപ്പിക്കാനുള്ള നടപടിയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലുള്ള എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു കാര്യം കൂടി, ആദ്യം മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് താങ്കളിൽ നിന്നാണ്. എറണാകുളത്ത് നിന്ന് വേണം മുഖ്യമന്ത്രി എന്നുള്ളൊരാവശ്യം. അത് പിന്നീട് ആ ഒരു ആവശ്യത്തെ സാധൂകരിക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ കേരളം കണ്ടതും. ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. VD സതീശനെ മുഖ്യമന്ത്രിയെ നമുക്ക് പ്രതീക്ഷിക്കാമോ? അല്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അതിന് ഒരു നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ജയിച്ചു, 102 സീറ്റോടുകൂടി ജയിച്ചു. നമുക്കതിനൊരു നടപടിക്രമം MLA-മാരെല്ലാവരുടെയും ഒരു അഭിപ്രായം കേൾക്കുക, പാർട്ടി മുതിർന്ന നേതാക്കന്മാരുമായി കൂടിയാലോചന നടത്തുക, UDFൻ്റെ അഭിപ്രായങ്ങൾ കൂടി സ്വീകരിക്കുക, പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക. ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. കേരളം ആഗ്രഹിക്കുന്ന ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുഹമ്മദ് ഷിയാസ്. മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരും എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുന്നത്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.